കഴിഞ്ഞ ദിവസമാണ് നടി മീര വാസുദേവ് പുനർവിവാഹിതയായ വിവരം ആരാധകരെ അറിയിച്ചത്. സീരിയൽ ഛായാഗ്രഹകൻ വിപിൻ പുതിയംഗം നടിയുടെ ഭർത്താവായത് കഴിഞ്ഞ ദിവസമാണ്. കുടുംബവിളക്ക് എന്ന സീരിയലിൽ ഇരുവരും ഒന്നിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. വിവാഹത്തിന് പിന്നാലെ മീരയ്ക്ക് നേരെ സൈബർ ആക്രമണങ്ങളും ഉണ്ടായി. മൂന്നാം വിവാഹത്തിന്റെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ നടിയുടെ തകർന്നുപോയ 2 വിവാഹങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ തിരയുന്നുണ്ട്. മീരയുടെ ആദ്യ വിവാഹം വിശാൽ അഗർവാളിനൊപ്പം ആയിരുന്നു. 2005 വിശാൽ മീരയെ കല്യാണം കഴിച്ചത്. 4 വർഷത്തെ ആയുസ് മാത്രമേ ഈ ബന്ധത്തിനുണ്ടായിരുന്നുള്ളൂ. 2008 ഇരുവരും വിവാഹമോചിതരായി. 2012 നടിയുടെ 2ാം വിവാഹം. രണ്ടാമത്തെ വിവാഹത്തിന് 4 വർഷത്തെ ആയുസ്സേ ഉണ്ടായിരുന്നു. 2012 നടൻ ജോൺ കോക്കനെ മീര വിവാഹം ചെയ്യുന്നത്. 2016 ജോണുമായുള്ള ബന്ധം മീര അവസാനിപ്പിച്ചു. ഇരുവരും വിവാഹമോചനം നേടി. കോയമ്പത്തൂർ വെച്ചായിരുന്നു മീരയുടെ 3ാം വിവാഹം. ഏപ്രിൽ 21 കല്യാണം. ഇന്നലെയായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്തത്. പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് വിപിൻ. 2019 മുതൽ ഇരുവരും ഒന്നിച്ച് സീരിയലിൽ പ്രവർത്തിച്ചു വരുന്നു. ഏതാണ്ട് 42 വയസ്സോളം ഇപ്പോൾ മീര വാസുദേവനുണ്ട്. മീര വാസുദേവനേക്കാൾ ചെറുപ്പമാണ് ഇപ്പോൾ കല്യാണം കഴിച്ച ആൾ. അതുകൊണ്ടൊക്കെയാണ് ആൾക്കാരിങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. 3 വിവാഹമൊക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു വിവാഹം കഴിഞ്ഞു, അത് ശരിയല്ലെങ്കിൽ അടുത്ത വിവാഹം കഴിക്കാം. അതിനുശേഷം പിന്നെ വിവാഹം കഴിക്കുക, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അത് ശരിയായൊരു കാര്യമല്ല. അത് ആണിൻ്റെ ജീവിതത്തിലായാലും പെണ്ണിൻ്റെ ജീവിതത്തിലായാലും ഇതൊരു എന്താ പറയുക, ഇതിങ്ങനെ അത് ശരിയല്ല. ആരും ഒറ്റയ്ക്ക് ജീവിക്കരുത് എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയാറുള്ളത്. എല്ലാവർക്കും ഒരു തുണ വേണം, എല്ലാവർക്കും ഒരു കൂട്ട് വേണം. പക്ഷെ ഇതിങ്ങനെ ഒരു തുടർ സീരിയൽ പോലെ ആകരുത്. ഒരാളെ കുറച്ച് വർഷം ഒരാളുമായിട്ട് കഴിയുക, പിന്നെ അടുത്ത വർഷം ആ ബന്ധം പിരിയുക, പിന്നെ അടുത്ത ആളെ കാണും, അവരുമായിട്ട് കുറേ നാൾ ജീവിക്കുക, അത് കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കുക. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇവർക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തൊരുമയോടെ പോകാൻ പറ്റത്തില്ലെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. ഇല്ലേ, അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം ഇവരിങ്ങനെ സെലക്ട്. ഇപ്പോൾ അമൃത സുരേഷ്, ഞാനിവിടെ പറയുന്നത് ഒരു ഉദാഹരണം പറയാണ്. അമൃത സുരേഷ് 2ാമതൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ തിരഞ്ഞെടുത്ത ആൾ ആരെയാണ്? ഗോപി സുന്ദരനെയാണ്. ഭാര്യയും 2 മക്കളെയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ വേറെ സ്ത്രീകളുമായിട്ടൊക്കെ ഇങ്ങനെ കല്യാണം കഴിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളായിരുന്നു ഗോപി സുന്ദർ, നമ്മുടെ ഗോപിച്ചേട്ടൻ. അദ്ദേഹത്തിന് അങ്ങ് ഒരാളിൽ തന്നെ അദ്ദേഹം നിൽക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുക, മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി. അഭയ ഹിരൺമയോ അങ്ങനെ ഒരു പാട്ടുകാരിയുടെ ഒപ്പമായിരുന്നു ഗോപി സുന്ദർ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊരു ഭാര്യയായിട്ട് അമൃത സുരേഷിന് കയറി ചെല്ലേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വേറൊരു ബന്ധം കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ ശ്രമിക്കായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പോയിട്ട് അവരെന്ത് നേടി? അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാതെ ബുദ്ധിയോടെ കാര്യങ്ങൾ കാണുക. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. 4ാമത്തെ കല്യാണത്തിന് വീഡിയോ ആയിട്ട് വരാം.